നമസ്കാരം. ആലപ്പുഴ തലവടിയിൽ 48-കാരന് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. രോഗി ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലുള്ളയാൾക്കാണ് കോളറ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറിളക്കവും അനുഭവപ്പെട്ടിരുന്നു. സംശയത്തെ തുടർന്ന് രക്തം പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന 2ാമത്തെ കേസാണിത്. തലവടിയിൽ കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സമീപവാസികളുടെ കിണറ്റിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. പുഞ്ചക്കൊയ്ത്ത് പൂർത്തീകരിച്ചതിന് പിന്നാലെ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് വൻതോതിൽ ഓരുവെള്ളം കുട്ടനാട്ടിലെത്തുന്നത് കാരണമായിരുന്നു. തരിശായി കിടന്ന പാടശേഖരങ്ങളിലെല്ലാം ഓരുവെള്ളം വ്യാപിക്കുകയും ചെയ്തു. വിഷാംശം അടിഞ്ഞുകൂടിയ വെള്ളം വേലിയേറ്റ സമയത്ത് പൊതുജലാശയങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്നു. കുടിവെള്ളം പ്രശ്നവും രൂക്ഷമായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ വെള്ളമാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതാകാം കോളറ പോലുള്ള രോഗങ്ങൾക്ക് കാരണമായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ.